പശ്ചിമേഷ്യയിൽ ട്രംപിന് മറ്റൊരു പ്രത്യേക പദ്ധതി ഉള്ളതിനാലും ഏറെ നാളായി പുകയുന്ന ഫലസ്തീൻ വിഷയം ഒത്തുതീർപ്പാക്കേണ്ടത് ട്രംപിന് എന്തുകൊണ്ടും ആവശ്യമായിരുന്നു. എന്നാൽ ഹമാസ് ആകട്ടെ കരുതലോടെ നീങ്ങി. ബന്ദികളെ വിട്ടയക്കുമെന്നതും ഗാസയിലെ അധികാരം കൈമാറുന്നതും നേരത്തെ തന്നെ ഹമാസ് വ്യക്തമാക്കിയിരുന്നതാണ്. ഇപ്പോൾ ട്രംപിൻ്റെ നിർദ്ദേശം എന്നതിൽ ട്രംപിന് അവകാശപ്പെടാനൊന്നുമില്ല. ഖത്തറിനും ഈജിപ്തിനും മുൻപിൽ നേരത്തെ ഈ ആവശ്യവും അല്ലെങ്കിൽ ഈ ഒരു സംവിധാനവും ഹമാസ് മുന്നോട്ട് വച്ചിരുന്നതാണ്. ഹമാസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയ കാര്യങ്ങൾ തന്നെ നോക്കുക. അഥവാ ടോണി ബ്ലെയറിൻ്റെ ചുമതലയിലുള്ള ഗസ ഭരണത്തെ തങ്ങൾ അംഗീകരിക്കില്ല. പകരം അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിലുള്ള ഭരണം നടപ്പിലാക്കണം. സ്വതന്ത്ര ഫലസ്തീൻ അതോറിറ്റി സംവിധാനം നടപ്പിലാക്കണം. ഗസയെ നിരായുധീകരിക്കുന്ന ശ്രമങ്ങളോട് ഹമാസ് പ്രതികരിച്ചിട്ടില്ല. കീഴടങ്ങുന്നുവെങ്കിൽ സംയുക്ത സമിതിക്ക് മുൻപിൽ മാത്രമായിരിക്കും തങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങുക. ഇസ്രയേൽ സൈന്യം ഗാസയിൽ നിന്നും പിന്മാറണം, വെടിനിർത്തണം, ഗാസ സിറ്റി പിടിച്ചെടുക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കണം, ഗസ സിറ്റിയിൽ നിന്നും അടിയന്തരമായി ഉടൻ തന്നെ സൈന്യം പിന്മാറണം തുടങ്ങിയവയും ഹമാസ് മുന്നോട്ട് വെച്ചു. ഹമാസിൻ്റെ ഡിമാൻഡ് ട്രംപ് അംഗീകരിച്ചതോടെ രൂക്ഷമായ ആക്രമണത്തിൽ നിന്നും പിന്മാറാൻ ഇസ്രയേൽ തങ്ങളുടെ സൈന്യത്തിന് നിർദ്ദേശവും നൽകി. ഇനിയാണ് ഹമാസിൻ്റെയും ഗസയുടെയും രണ്ടാം അധ്യായം തുടങ്ങുന്നത്. നീണ്ട 2 വർഷം അവർ പൊരുതി. മുതിർന്ന തലയെടുപ്പുള്ള നേതാക്കളെ അവർക്ക് നഷ്ടമായി. ആയുധമുൾപ്പെടെ എത്തുന്ന വഴികൾ തടയപ്പെട്ടു. ഗാസ പ്രേത നഗരമായി മാറി. എല്ലാം തകർക്കപ്പെട്ടു. അപ്പോഴും ഗസയെ സഹായിക്കാൻ ബാധ്യതപ്പെട്ട അറബ് രാഷ്ട്രങ്ങൾ തങ്ങൾ നിർമ്മിക്കാൻ പോകുന്ന ബിസിനസ് സാമ്രാജ്യത്വത്തിൻ്റെ പങ്കാളിത്തത്തിൻ്റെ എബ്രഹാം കരാറിൻ്റെ യാത്രയിലും സ്വപ്നത്തിലുമായിരുന്നു. ഗാസ പ്രതിരോധിച്ചു നിന്നതോടെ ഫലസ്തീൻ രാഷ്ട്രപ്പിറവി എന്ന ആശയത്തിന് മുൻപെങ്ങുമില്ലാത്ത വിധം ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്നും പിന്തുണ ലഭിച്ചെന്ന് മാത്രമല്ല, സ്വീകാര്യതയും കൈവന്നു. ഇസ്രയേൽ കൂടുതൽ ഒറ്റപ്പെട്ടു. അറബ് രാഷ്ട്രങ്ങളിൽ ഉൾപ്പെടെ ജനങ്ങൾ ഗസക്കായി മുറവിളി കൂട്ടി. ഈ മുറവിളികൾ കൊട്ടാരത്തിലെ രാജാക്കന്മാർക്ക് ഇരിക്കപ്പുറത്തി നൽകിയില്ല. കേവലം വസ്ത്രവും വെള്ളവും മറ്റ് സഹായധന പ്രഖ്യാപനങ്ങൾ കൊണ്ടും ലോകത്തിൻ്റെ കണ്ണുമൂടിയിരുന്ന കാരുണ്യത്തിൻ്റെ ഉറവയെന്ന പേര് നേടിയിരുന്ന രാഷ്ട്രങ്ങൾ ഇപ്പോൾ അസ്വസ്ഥമാവാൻ തുടങ്ങി. അബ്രഹാം കരാറിൻ്റെ ബലത്തിൽ ഇസ്രയേലിനോട് നോ പറയാൻ കഴിയാത്ത വിധം ചില രാഷ്ട്രങ്ങൾ വിധേയപ്പെട്ടു നിന്നു. ഈ കരാർ പൊളിച്ചെറിയണം. അറബ് രാഷ്ട്രങ്ങൾ കർട്ടന് പിറകിൽ നിന്നും വെളിച്ചത്തേക്ക് വരുത്തണം. ഹമാസിൻ്റെ ആ പദ്ധതി ഇവിടം വിജയിക്കുകയാണ്. ആ ട്രാപ്പിലേക്ക് അറബ് രാഷ്ട്രങ്ങളെ വലിച്ചിഴക്കുന്നതാണ് അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ മേൽനോട്ടം ഗാസയിൽ വേണമെന്ന ഹമാസിൻ്റെ നിലപാട്. ഈ നിലപാട് അംഗീകരിക്കപ്പെട്ടാൽ ഹമാസ് വിജയിക്കുകയാണ്. അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഹമാസ് വിജയിക്കും. കാരണം ഗാസ എന്നത് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ചെറുത്തുനിൽപ്പ് പോരാട്ടം നടക്കുന്ന ഭൂമിയാണ്. ഹമാസ് ഇല്ലെങ്കിൽ മറ്റൊരു സംഘം അവിടെ തഴച്ചു വളരും. അതാണ് ഗാസയുടെ മണ്ണിൻ്റെ ഒരു പ്രത്യേകത. പേര് മാറും എന്നൊഴിച്ചാൽ ആ പ്രതിരോധം എന്നും സാധ്യമാകും. അത് മേഖലയെ വീണ്ടും അസ്വസ്ഥതപ്പെടുത്തും. അത് അറബ് രാഷ്ട്രങ്ങളെ വീണ്ടും ബാധിക്കുമെന്ന് മാത്രമല്ല, ലോകത്തിന് മുൻപിൽ അവരുടെ നിസ്സഹായത ചർച്ചയാവുകയും ചെയ്യും. യൂറോപ്പ് ഗസക്കായി മുറവിളി കൂട്ടിയത് ലോകം കണ്ടതാണ്. ആ ജനതയ്ക്ക് മുന്നിൽ അറബികളുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുമെന്ന സന്ദേശം ഹമാസ് ഇവിടെ നൽകാൻ ശ്രമിച്ചു. നെതന്യാഹുവിനും ഇസ്രയേലിനും ഇത് ഇരട്ടി പ്രഹരമാണ്. കാരണം അറബ് ഇസ്ലാമിക് മേൽനോട്ടത്തിലുള്ള ഭരണം സാധ്യമായാൽ തങ്ങളുടെ ഗ്രേറ്റർ ഇസ്രയേൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങളുമായി നേരിട്ട് അവർ സംഘർഷത്തിലേക്ക് നീങ്ങേണ്ടി വരും. അത് ഇസ്രയേലിനും അമേരിക്കക്കും കനത്ത തിരിച്ചടിയാണ്. അമേരിക്കയുടെ താല്പര്യങ്ങളും അട്ടിമറിക്കപ്പെടും. ചുരുക്കത്തിൽ തങ്ങളിനി കാഴ്ചക്കാർ മാത്രമാണെന്ന സന്ദേശമാണ് ഇവിടെ ഹമാസ് നൽകുന്നത്. ഇനി കാര്യങ്ങൾ അറബ് രാജ്യങ്ങളുടെ കോർട്ടിലും കയ്യിലുമാണ്. മധുരിച്ചിട്ട് തുപ്പാനും കഴിച്ചിട്ടിറക്കാനും വയ്യാത്ത അവസ്ഥ ഈ രാജ്യങ്ങൾക്ക് ഹമാസ് കൈമാറിയിരിക്കുന്നു. ഇനി രാഷ്ട്രീയം മാറും, കഥയും ചിത്രവും മാറും. ആ മാറ്റത്തിനായുള്ള ചെറിയൊരു അധ്യായത്തിൻ്റെ ഫുൾ സ്റ്റോപ്പ് മാത്രമാണ് ഇവിടം ഇപ്പോൾ കണ്ടത്. ഇനി പശ്ചിമേഷ്യയിൽ പുതിയ അധ്യായം തുടങ്ങുകയാണ്. Waytonikah.com, the exclusive Muslim matrimonial site.